ya no es un gobierno de fuerza, de monopolios norteamericanos, si en vez de ser nosotros leales a nuestro pueblo. ഫിഡൽ കാസ്ട്രോയുടെ ബർത്ത്ഡേ ആണ് നാളെ, 100ാമത്തെ ബർത്ത്ഡേ ആണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. Lo que hemos dicho de Cuba no es sino como una radiografía. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ക്യൂബ മുകുന്ദൻ എന്നുള്ളൊരു ക്യാരക്ടർ തന്നെയുണ്ട്. കാരണം കേരളവുമായിട്ട് അത്രയ്ക്കധികം ബന്ധപ്പെട്ട് കിടക്കുന്ന, ദിലീപിന് അറിയുമെന്ന് എനിക്കറിയില്ല, ആ പടത്തിലെ അറബിക്കഥ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത്. അപ്പൊ അത്രയും ക്യൂബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ചേയുടെ മകൾ ഇവിടെ വന്ന് വരുന്നതാണ്, ഇപ്പം വരുന്നതാണ്. മാത്രമല്ല നമുക്ക് അത്രയും അടുത്ത ബന്ധം, ഇപ്പം വെസ്റ്റ് ബംഗാളിനോടുള്ളതിനേക്കാളും കൂടുതൽ അടുത്ത ബന്ധമുള്ള പ്രദേശമാണ് ക്യൂബ. നമ്മൾ പോയിട്ടും വന്നിട്ടൊന്നും ഇല്ലെങ്കിലും എപ്പോഴെപ്പോഴും ക്യൂബയെ പറ്റി സംസാരിക്കുക. അപ്പം ക്യൂബയിൽ അതിൻ്റെ വിപ്ലവത്തിൻ്റെ 50ാം വാർഷികത്തിൽ പോയിട്ടുള്ള ഒരാളാണ് ദിലീപ്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, അവിടെ എത്തിയ ആദ്യ ദിവസം, അതായത് നമ്മൾ എന്തായാലും ദിലീപും ഒരു ലെഫ്റ്റ് സ്ലാൻഡിലുള്ള ഒരാളായിട്ടാണ് ഞാൻ കാണുന്നത്, അത് ഒരു വൈഡർ സെൻസിൽ. അപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായ ആശ അല്ലെങ്കിൽ നിരാശ എന്താണ്? 2 വശത്തുനിന്ന് ഞാൻ കാണുന്നു. ഒന്ന്, ക്യൂബൻ റെവല്യൂഷൻ കാരണം അവിടെ സാധാരണ ആൾക്കാരുടെ ജീവിതത്തിൽ വന്ന പല മാറ്റങ്ങളും. ഇപ്പോൾ ഹെൽത്ത് കെയർ, ക്യൂബൻ ഹെൽത്ത് കെയർ, ഇപ്പോൾ ലോകത്ത് എവിടെ ഒരു പ്രശ്നം ഉണ്ടായാലും ആദ്യം ക്യൂബൻ ഡോക്ടേഴ്സാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണ് അത് കുറച്ചൊന്ന് മാറി തുടങ്ങിയത്. ഒരു 50 കൊല്ലം ഇതായിരുന്നു. ഇപ്പം എവിടെ ഒരു ദുരന്തം ഉണ്ടായാലും ക്യൂബൻ ഡോക്ടേഴ്സ് ആദ്യം അവിടെ എത്തും. പിന്നെ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ എല്ലാം. പിന്നെ സേഫ്റ്റി, സ്ത്രീകളുടെ സേഫ്റ്റി പ്രത്യേകിച്ച്. ഇപ്പം രാത്രി നമ്മൾ 10 മണിക്ക് റോഡിൽ കൂടി നടക്കുമ്പോഴും ചെറിയ കുട്ടികൾ ഇങ്ങനെ ഓടി കളിക്കണമൊക്കെ ഉണ്ടാവും. ആർക്കും അങ്ങനെ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സൊസൈറ്റി. പക്ഷെ അതേ മറുവശത്ത് ഈ ഒരു പേടി, ആൾക്കാരുടെ പേടി. ഞാൻ ചെന്നപ്പോഴേക്കും ശരിക്കും ഒരു പോലീസ് സ്റ്റേറ്റ് ആയിരുന്നു. പോലീസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പാരനോയ. നമുക്കൊന്നും ചിന്തിക്കാനും പോലും പറ്റില്ല അങ്ങനത്തെ ഒരു ഇതിപ്പം. എനിക്ക് ഏറ്റവും ഓർമ്മയുള്ളത്, ഞാൻ ആദ്യത്തെ ദിവസം തന്നെ സ്പോർട്സ്, ഒരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് മാത്രമല്ല ഒരു ഫാൻ ആയതുകൊണ്ട് ഞാൻ ആദ്യം പോയൊരു സ്ഥലം ഒരു ബോക്സിംഗ് ജിമ്മായിരുന്നു. എത്രയോ അവിടെ അവർക്ക് തന്നെ കണക്കില്ല എത്ര ഒളിമ്പിക് ചാമ്പ്യൻസ് അവർ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. റാഫേൽസ് ജിം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ഞാൻ കാണുന്ന ക്ലാസ് ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ 6-7 വയസ്സുള്ള കുട്ടികളാണ്. അവര് പുഷപ്പ് എടുക്കുക, അവര് പ്രാക്ടീസ് ചെയ്യുക, ഷാഡോ പ്രാക്ടീസ്, ഇതൊക്കെ. ഇതിന്റെ ഫോട്ടോ ഞാൻ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഓടി വന്നു. ഇത് ഒളിമ്പിക് ചാമ്പ്യൻസ് ഒന്നും അല്ല പ്രാക്ടീസ് ചെയ്യാൻ കുട്ടികൾ, പക്ഷെ അതുവരെ അവർക്ക് പേടിയാണ്. അപ്പൊ നമുക്ക് എന്താ കാരണം എന്നറിയില്ല. പിന്നീട് ഞാൻ തിരിച്ച് UK എത്തുമ്പോഴാണ് അറിയണത്, ഞാൻ അവിടെ ഉള്ള സമയത്ത് അതിന് തൊട്ട് മുമ്പ് ഒരേറ്റവും അപ്പോഴത്തെ ആ കാലത്തെ ഏറ്റവും വലിയൊരു ക്യൂബൻ ബോക്സിംഗ് ചാമ്പ്യൻ ഡിഫെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സഹായിച്ച ഒരാള് ജർമ്മനിയിൽ നിന്ന് ഒരു ജേർണലിസ്റ്റ് ആയിട്ട് പ്രിറ്റൻഡ് ചെയ്തിട്ട് സഹായിച്ച ഒരു യൂറോപ്പ് പോയി, പിന്നെ അവിടുന്ന് അമേരിക്കയിലെത്തി. ഗിയോമോ റിഗോണ്ടോ എന്ന് പറഞ്ഞ ബാൻറ്റമേറ്റായിരുന്നു. പക്ഷെ അപ്പൊ അങ്ങനത്തെ ഒരു പാരനോയ ആയിരുന്നു എല്ലാവരും. ആരും നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ തന്നെ വളരെ ചെറിയ ശബ്ദത്തിൽ, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ വെച്ചിട്ട്. ഞാൻ ആദ്യം താമസിച്ചത് ഹവാനയിൽ താമസിച്ചത് ഹോട്ടലിലായിരുന്നു. ഹോട്ടലിൽ നിന്ന് നമുക്ക് ഇപ്പൊ നമ്മൾ ഇവിടെ താജിൽ പോയി താമസിച്ചാൽ കോഴിക്കോടിനെ പറ്റി ഒന്നും അറിയാൻ പോകുന്നില്ല. ജസ്റ്റ് ആ ഒരു ആർട്ടിഫിഷ്യൽ ഒരു എൻവയൺമെന്റ് മാത്രം. അപ്പൊ ഹവാനയിൽ ഹോട്ടലിൽ താമസിച്ചപ്പോ തന്നെ ഞാൻ തീരുമാനിച്ചു ഇനി വേറെ എവിടെയും ഞാൻ ഹോട്ടലിൽ താമസിക്കാൻ പോകില്ല. അവർക്ക് കാസ പർട്ടിക്കുലർസ് എന്ന് പറഞ്ഞ് ഈ ഹോം സ്റ്റേ പോലത്തെ ഒരു സ്റ്റേറ്റ് അറേഞ്ച്ഡ് ഒരു പെയ്ഡ് ഗസ്റ്റ് ഹൗസ് പോലത്തെ. അപ്പൊ അങ്ങനെ ബാക്കി എല്ലാ നഗരങ്ങളിലും ഞാൻ അവിടെ താമസിച്ചു. അവിടെ നമ്മള് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പതുക്കെ ഒരു റമ്മൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അവര് പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ അവിടെ അവർക്ക് ബഗ്ഗും ഇതൊന്നും ഇല്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് സ്വന്തം വീട്ടിൽ. അപ്പോഴാണ് ശരിക്കും ആൾക്കാരുടെ മനസ്സിൽ എന്താണുള്ളത് നമ്മൾ അറിയേണ്ടത്. നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളൊക്കെ തന്നെ, അതിപ്പം ബെർലിൻ ആയാലും മോസ്കോയിലായാലും ഒക്കെ തന്നെ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു ഫോൾ എന്നുള്ള രീതിയിൽ എടുത്ത് നോക്കുമ്പോൾ സ്വന്തം ജനതയെ, സ്വന്തം കോംറേഡ്സിനെ
വളരെയധികം ഈ പറഞ്ഞ പാരനോയിക്കായിട്ട് സംശയിക്കുക. അതെ. മാത്രമല്ല അവരാണ് ഏറ്റവും കൂടുതൽ പേടി. ഇപ്പം അമേരിക്കയൊക്കെ പേടിക്കുന്നതിനേക്കാളും കൂടുതൽ സ്വന്തം സഹാക്കളെ പേടിക്കുക, സ്വന്തം അണികളെ പേടിക്കുക, ജനങ്ങളെ പേടിക്കുക. ഈസ്റ്റ് ജർമ്മനിയിലൊക്കെ ഭർത്താവ് ഭാര്യയുടെ സ്പൈ ചെയ്യുന്ന സിറ്റുവേഷൻ ഒരു സിനിമയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഇത് ക്യൂബയിൽ നമുക്ക് പിന്നെ ദിലീപിന് എങ്ങനെ പെട്ടെന്ന് ഫീൽ ചെയ്ത് എങ്ങനെയാണ്? എനിക്ക് ഏറ്റവും ഫീൽ ചെയ്തത് ഞാൻ എക്സിറ്റ് ചെയ്യുമ്പോൾ ഞാനും എൻ്റെ ഗേൾഫ്രണ്ടും വേറെ വേറെ ഫ്ലൈറ്റിലായിരുന്നു. അവളുടെ ട്രിപ്പ് ഡിലേഡ് ആയത് കാരണം ഞാൻ എനിക്ക് തോന്നുന്നു KLM-ലും അവൾ എയർ ഫ്രാൻസിലും ഏതോന്നു. അപ്പം ഞങ്ങൾ ഈ പാസ്പോർട്ട് കൺട്രോൾ കഴിഞ്ഞിട്ട് അവരുടെ അവസാനത്തെ ഒരു ഇമിഗ്രേഷൻ ചെക്ക് ഉണ്ട്. അവളെ അവർ നേരെ വിട്ടു. എൻ്റെ ഇതിൽ കഷ്ടകാലത്തിന് ജേർണലിസ്റ്റിന് വിസയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എല്ലാ ക്യാമറയിലത്തെ എല്ലാ ഫോട്ടോസും കാണിച്ചു കൊടുക്കേണ്ടി വന്നു. ലാപ്ടോപ്പ് തുറന്ന എല്ലാ ഡോക്യുമെന്റ്സും ഇതെപ്പോഴാണ് വിച്ച് ന്യൂസ് പേപ്പേഴ്സ് യു റൈറ്റ് ഫോർ ഫുൾ ലിസ്റ്റ് കൊടുക്കുക. 1.5 മണിക്കൂർ ഞാൻ അവിടെ നിന്നു. എന്നിട്ടാണ് ഡിപ്പാച്ചർ ലൗഞ്ച്. അവള് വിചാരിച്ചു ശരിക്കും എന്നെ അറസ്റ്റ് ചെയ്തു. 1.5 മണിക്കൂർ എല്ലാ അതും 1000 ഫോട്ടോയിലധികം ഉണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ 3 ആഴ്ചയായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ടേ വിട്ടിട്ടുള്ളൂ. അപ്പൊ ആ ഒരു ലെവലാണ് പാരനോയ. ഈ അവിടെ നമ്മളിപ്പോൾ ഒരു ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കേരളമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ പറഞ്ഞ രീതിയിൽ ഒരു ഔദ്യോഗിക റിലേഷൻഷിപ്പ് അല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിലുള്ള അല്ലെങ്കിൽ അതിന്റെ യൂത്ത് വിങ് ഒക്കെ. പക്ഷെ ദിലീപ് പോകുന്നത് ഇന്ത്യ എന്നാണ്. ഇന്ത്യയും ക്യൂബയും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി, ജവഹർലാൽ നെഹ്റു. അത് ടാഗോറിന്റെ സ്റ്റാച്യു വരെ മാലിക്കോണിൽ നമ്മൾ നടക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം കാണുന്ന ഒരു പ്രതിമ ടാഗോറിന്റെ ആണ്. അപ്പൊ പിന്നെ ആ ഒരു കണക്ഷൻ. പിന്നെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ ദിവസം അന്ന് ഞാൻ എത്തിയന്ന് രാത്രി ബാറിലിരിക്കുമ്പോൾ അവിടെ പിന്നെ വളരെ എനിക്ക് ക്യൂബയെ പറ്റി ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യം ശരിക്കും ഒരു ജനാധിപത്യ രാഷ്ട്രം എന്താണ്, എല്ലാം ഫുള്ളി ഈക്വൽ ആയിട്ട്. അപ്പൊ ബാറിൽ ഇപ്പൊ ഡോറിലത്തെ വാച്ച്മാനും ലിഫ്റ്റ് ഓപ്പറേറ്ററും എല്ലാവരും കുറച്ച് കഴിഞ്ഞാൽ വരും. അവരുടെ പണി കഴിഞ്ഞ് എന്നിട്ട് ഒരുമിച്ചിരുന്നിട്ട് എല്ലാവരും ഓരോ റം കുടിക്കുകയാണ്. അപ്പൊ അവരൊക്കെ ചോദ്യങ്ങളും ചോദിക്കും നമ്മളോട്. എനിക്കുള്ള പ്രശ്നം ഭാഷയായിരുന്നു. എനിക്ക് സ്പാനിഷ് ഇല്ല, അവർക്ക് ഇംഗ്ലീഷും ഇല്ല. അപ്പൊ കുറച്ച് ഇങ്ങനെ പറയാന്നല്ലാതെ. അപ്പൊ ഈ ലിഫ്റ്റ് ഓപ്പറേറ്ററുടെ മകളുടെ പേര് ഇന്ദിര എന്നായിരുന്നു. അപ്പൊ അത്രയും ഇതായിട്ടുള്ള ഒരു ബന്ധമാണ് ഇന്ത്യയും ക്യൂബയും തമ്മിൽ. അല്ല അതിന്റെ എന്തെങ്കിലും കൺസിഡറേഷൻ, അതായത് പിന്നെ ഇവര് പിന്നെ നോൺ അലൈൻഡ് മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് 2 രാഷ്ട്രങ്ങൾ അത്രയും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധി ആൾക്കാർ വളരെ നന്നായിട്ട് തന്നെ പെരുമാറിയിട്ടുണ്ട്. പക്ഷെ ഈ ഒഫീഷ്യൽ ഭാഗത്തുനിന്ന് നിങ്ങളൊരു ജേർണലിസ്റ്റാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പോയി. പിന്നെ ഭയങ്കര സംശയമാണ്. എന്താണ് നിങ്ങൾ എഴുതാൻ പോണേ, എവിടെ എഴുതി, എന്ത് ഫോട്ടോ എടുത്തു, ഇതൊക്കെ ചെക്ക്. അതായത് പറഞ്ഞു ശരിക്കും ഒരു പോലീസ് സ്റ്റേറ്റ് പോലത്തെ ഒരു ഇതാണ്. നമ്മളിപ്പം ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ പറയുന്നുണ്ട്. ഇപ്പം എൻ്റെ സുഹൃത്തുക്കൾക്ക് അടുത്ത് ചൈനയിൽ പോയി വന്നിട്ട് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ പറ്റിയൊന്നും ആരും സംസാരിക്കുന്നില്ല. എന്നാൽ അത്രയും അണ്ടർ സർവൈലൻസ് ആയിട്ടുള്ള ഒരു രാഷ്ട്രവുമാണ് നെറ്റിലും എല്ലാത്തിലും തന്നെ. ഇവിടെ നമ്മൾ വളരെ കാൻഡിഡായിട്ട് സംസാരിക്കുന്ന സമയത്ത് ദിലീപിന് അങ്ങനത്തെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളെ ജനങ്ങളുടെ ഇടയിൽ ഒരു സ്പൈ വർക്ക് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? പുറത്തുനിന്ന് ആരും ഒന്നും പറയില്ല പാർട്ടിയെ പറ്റി, രാഷ്ട്രീയത്തെ പറ്റി ഒന്നും ആരും. ഇപ്പൊ ഒരു ഹോട്ടലിൽ നിങ്ങൾ ബാറിലിരിക്കുമ്പോൾ ആരോടെങ്കിലും സംസാരിച്ചാലും അവരൊന്നും കാസ്ട്രോനെ പറ്റിയോ ക്യൂബയെ പറ്റിയോ റെവല്യൂഷനെ പറ്റിയോ ഒന്നും പറയില്ല. പറയുകയാണെങ്കിൽ തന്നെ നല്ല ആ പ്രോപ്പഗാൻഡ ലൈൻസ് മാത്രം പറയും. പ്രൈവറ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു വീട്ടിൽ പോയി താമസിക്കുമ്പോൾ ഭക്ഷണം കഴിഞ്ഞ് അവരുടെ കൂടെ ഇരിക്കുമ്പോൾ അവര് തുറന്നു പറയും ഞങ്ങൾക്കും ആഗ്രഹങ്ങളുണ്ട്, അതൊന്നും പറ്റുന്നില്ല. അത് ക്യൂബയുടെ മാത്രം കുറ്റമല്ല കേട്ടോ. അവര് 2 വശവും പറയും. അവര് പറയും ഞങ്ങളുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, ഈ ഫ്രീ എന്റർപ്രൈസ് ഒന്നും അനുവദിക്കാത്തത്. പക്ഷെ മറുവശത്ത് US എംബാഗോ ഉണ്ട്. അത് നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതൊരു വലിയൊരു ഒരു 70% കാരണം ഈ പല US ഗവൺമെന്റ്സും നടത്തിയിട്ടുള്ള ഈ വളരെ അൺഫെയർ ആയിട്ടുള്ള ഒരു എംബാർഗോ. അത് ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ അതൊരു ക്രിമിനൽ ആക്ട് ആണ് ശരിക്കും. ഫിഡൽ കാസ്ട്രോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഐക്കൺ, ഒരു സിമ്പൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ എന്തൊക്കെ അനുഭവങ്ങളാണ് ദിലീപിന് അവിടെ നിന്നുണ്ടായിട്ടില്ല? ഞാൻ ചോദിക്കുന്നത് നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് പിന്നെ ആ സൊസൈറ്റിക്ക് അകത്തേക്ക് ആഴ്ന്നിറങ്ങി ജീവിക്കുന്നതെന്ന് എങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്? ഞാൻ ചെന്നത് 2009 ജൂൺ 23 ഞാൻ ലാൻഡ് ചെയ്യണം. അപ്പോഴേക്കും റൗൾ കാസ്ട്രോ ആയിട്ടുണ്ടായിരുന്നു. ഫിഡൽ ആ സ്റ്റൊമക് സർജറി ഇതൊക്കെ കഴിഞ്ഞ് പബ്ലിക് ലൈഫിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇന്റർവ്യൂസ് ഇതൊക്കെ കൊടുക്കും.
ആർക്കും കാണാനൊന്നും പറ്റില്ല. അദ്ദേഹത്തിന് പുറത്ത് വന്ന് ആരെങ്കിലും മീറ്റ് ചെയ്യണമെങ്കിൽ അപ്പം മീറ്റ് ചെയ്യുന്നല്ലാതെ. പക്ഷെ ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയും, ഈ ഹവാന എന്നുള്ള നഗരം ആകപ്പാടെ 2 പ്രേതങ്ങളുടെ നഗരം. ഒന്ന് മരിച്ചുപോയ പ്രേതം ചേഗുവേര, ഒന്ന് ആ കാലത്ത് ജീവിച്ചിരുന്ന ഫിഡൽ. ഇത് എവിടെ നോക്കിയാൽ ഇവർ 2 പേരും മാത്രമേ. അവരുടെ പ്രതിമ അല്ലെങ്കിൽ ആ മുഖത്തിന്റെ എവിടെയും ഫോട്ടോ, ഒരു ബിൽഡിംഗ്, മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷന്റെ മുമ്പിലൊറ്റ ചെയ്ത ഒരു മെറ്റലിന്റെ ഒരു ഇതാണ്, സ്കൾപ്ചർ പോലെയാണ് ചെയ്ത ഇമേജിൽ. അപ്പൊ എവിടെ നോക്കിയാൽ ഇവര് 2 പേരെയും കാണും. ആ സമയത്ത് പിന്നെ ഫിഡൽ പങ്കെടുത്ത ഏതെങ്കിലും ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു? ഇല്ല. അവിടെ നമുക്ക് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ടിയഫിലോ സ്റ്റീവൻസിനെ പരിചയപ്പെടാനായിരുന്നു, ബോക്സിംഗ് ചാമ്പ്യൻ. പക്ഷെ ഒന്ന് അവിടെ ആ റിക്വസ്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് പ്രോസസ് ചെയ്ത് വരാൻ എത്ര ദിവസം എടുക്കും. പിന്നെ അവിടെ പൈസയുടെ പ്രശ്നം, ഇവർക്കൊക്കെ പൈസ വേണം. പിന്നെ പൈസ നമുക്ക് ഇപ്പൊ എൻ്റെ ICICI ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അവിടെ പൈസ പുറത്തെടുക്കണമെങ്കിൽ US റൂട്ടഡ് ബാങ്ക് ആണെങ്കിൽ നമുക്ക് പുറത്തെടുക്കാം. ATM കാർഡൊന്നും വർക്ക് ചെയ്യില്ല. പിന്നെ പഴയ സ്റ്റൈൽ മണി എക്സ്ചേഞ്ച് പോയി നമ്മൾ പാസ്പോർട്ടൊക്കെ കൊടുത്ത് അങ്ങനെ എടുക്കണം. പിന്നെ ഇവർക്ക് എത്രയോ CUC എന്ന് പറഞ്ഞ ക്യൂബൻ കൺവേർട്ടബിൾ ഒരു കറൻസി ആയിരുന്നു. അപ്പൊ അത് രണ്ട് കറൻസി ഇല്ല. അതെ, അത് ലോക്കൽ പെസോ, പക്ഷെ അതിനൊരു വിലയില്ല. അപ്പൊ അവിടുത്തെ ആൾക്കാർക്കും ഈ CUC എങ്ങനെയെങ്കിലും കിട്ടണം എന്നാണ്. അപ്പൊ ഇപ്പൊ സിഗാർ വാങ്ങാനൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കും, നിങ്ങളുടെ അടുത്ത് CUC ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്കൗണ്ട് തരാന്നൊക്കെ പറഞ്ഞു. അപ്പൊ സ്റ്റീവൻസിന്റെ കാര്യം ചോദിച്ചപ്പോഴും അതിന്റെ ഇടയ്ക്ക് വരുന്ന 3 പേർക്ക് നമ്മൾ പൈസ കൊടുക്കണം, പിന്നെ സ്റ്റീവൻസിനും പൈസ കൊടുക്കണം. അപ്പൊ അത് നടന്നില്ല. ഡെമോക്രസിനെ പറ്റി നേരത്തെ ദിലീപ് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ഡെമോക്രസിൻ്റെ ഒക്കെ പ്രത്യേക ആയിട്ടുള്ള ഒരു പ്രശ്നം നമ്മൾ പറയുന്ന ഒരു വളരെ എലീറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു ഡെമോക്രസി വേറെ, വളരെ പോവർട്ടിയിൽ, അതായത് പ്രോലറ്റേറിയൻ ഡെമോക്രസി എന്ന് പറഞ്ഞിട്ട് വേറെ, അങ്ങനെ ഒരു 2 രീതിയിൽ കാണുന്നതാണ് അവിടെ. പക്ഷേ പലരും പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഒരേതരം റേഷൻ ബുക്സ് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും പെട്ടെന്നൊരു ഫീലിംഗ് തോന്നിയോ? ഒരു വളരെ ഈക്വാലിറ്റിയുടെ ഒരു സ്ഥലമാണ്. അല്ല, ഇക്വാലിറ്റി അതേ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഒരു ഏറ്റവും ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ ആദ്യം എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഹെമിംഗ്വേ എഴുതിയിരുന്ന റൂം കാണണം എന്നൊക്കെ. അപ്പൊ ഞാൻ ഒരു ദിവസം രാത്രി അവിടെ താമസിച്ചു, വേറൊരു ദിവസം രാത്രി ബേബ് റൂത്ത് ബേസ്ബോൾ പ്ലെയർ താമസിച്ചിരുന്ന ആ ഹോട്ടലിൽ അവിടെയും താമസിച്ചു. ഹെമിംഗ്വേയുടെ ബാറിലാണ് ഞാൻ പറഞ്ഞത്. ഇവരൊക്കെ എല്ലാവരും വരും. കുറെ ചെറുപ്പക്കാരി സ്ത്രീകൾ, അവര് എസ്കോട്ട്സ്, അവര് അധികം ഈ റഷ്യൻ കുറച്ച് പ്രായമായവരുടെയൊക്കെ കൂടെ അവര് 3 ആഴ്ചയുടെ ഒക്കെ ഒരു ഡീൽ ഫിക്സ് ചെയ്യണ ഒരു ഇതാണ്. ഒരു കമ്പാനിയൻ എന്നാണ് അവര് പറയുക. അപ്പൊ അത് ഇവരൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണ്. അപ്പൊ ഒരു എന്താ പറയാ, ഒരു നമ്മുടെ ഒരു മോറൽ ഒരു ബ്ലോക്കും ഇതൊന്നുമില്ല. ഞാൻ ഇവരോട് സംസാരിക്കില്ല, എല്ലാവരും പരസ്പരം ഇരുന്ന് സംസാരിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ അതൊരു വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഈ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഉള്ള ഒരു ക്ലാസ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഇപ്പൊ സ്റ്റീവൻസിനെ ഒക്കെ പറ്റി പറഞ്ഞിരുന്നത് 8 മില്യൺ ക്യൂബൻസിന്റെ സ്നേഹത്തിന്റെ ഒന്നും വലുതല്ല, $1 മില്യൺ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആലിയെ ഫൈറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷെ സ്റ്റീവൻസണിന് പ്രൈവറ്റ് ആയിട്ട് ക്യൂബൻ സ്റ്റേറ്റ് കുറെ ലക്ഷറീസ് കൊടുത്തിട്ടുണ്ട് സാധാരണക്കാർക്ക് കിട്ടാത്തത്. അപ്പൊ അതിലും ഒരു സ്പെഷ്യൽ ക്ലാസ് ആൾക്കാരുണ്ടായിരുന്നു. ഈ ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മളിപ്പം ക്യൂബയിൽ ചെല്ലുന്ന സമയത്ത് ക്യൂബയെ ഏറ്റവും മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടാണ് വെസ്റ്റേൺ മീഡിയയുടെ എല്ലാ ഇൻഫർമേഷനും നമുക്ക് കിട്ടിയിട്ടുള്ളത്. അവരെ ഫോട്ടോഗ്രാഫ്സിലെല്ലാം തന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇത് ഇത്രയും പോവർട്ടിയുള്ള ഒരു സ്ഥലമാണ്, സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലമാണെന്നൊക്കെ. പോവർട്ടി ആക്കിയതാണ് അമേരിക്ക ആക്കിയതാണ്. പക്ഷേ നമ്മളിപ്പം നോക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ ക്യൂബയിൽ ഹവാനയിൽ ചെന്ന ദിലീപ് എന്താ കമ്പയർ ചെയ്തിട്ട് പറയുക? കമ്പയർ ചെയ്തിട്ട് പറയാന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഒരു ഇക്വാളിറ്റി നമുക്ക് എപ്പോഴെങ്കിലും കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഇപ്പൊ ആരായാലും ഇപ്പൊ ട്രാവൽ ചെയ്യുമ്പോ ട്രിനിഡാഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് സിയൻഫ്യൂഗോസ്, ഇവിടെയൊക്കെ അല്ല ഇവിടെ തന്നെ ക്യൂബയിൽ തന്നെ. ഞാൻ ഈസ്റ്റേൺ ക്യൂബ, സാന്റിയാഗോ ഡി ക്യൂബ വരെ പോയില്ല, പക്ഷെ സെൻട്രൽ ക്യൂബ വരെ പോയി. എന്നിട്ട് തിരിച്ച് എനിക്ക് സാന്റക്ലാരയിൽ പോയി ആ ചേ മെമ്മോറിയൽ കാണണം എന്നൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടു. അപ്പൊ നമ്മൾ ഈ കരിക്ക് ജ്യൂസ് കുടിക്കാൻ നിർത്തുമ്പോ അവര് പഴയ സ്റ്റൈൽ മെഷീനിൽ ഇങ്ങനെ ഇതാക്കുക ചെയ്യാം. അപ്പൊ അവരൊക്കെ നമ്മളോട് എല്ലാവരും വളരെ ഫ്രീ ആയിട്ട്, അത് നമ്മുടെ ഇവിടെയുള്ള ഒരു കാര്യമാട്ടോ. കോഴിക്കോടും ഈ
ഒരു ഏരിയയിലുള്ള കാര്യമാണ്. ആർക്കും ആ ഒരു മെന്റൽ ബ്ലോക്ക് ഇല്ല, നിങ്ങൾ ഒരു പ്രൊഫഷണലാണ് ഞാനല്ല, ഒരു ഈക്വൽ ആയിട്ട് തന്നെ. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം അതാണ്. അപ്പൊ അത് പക്ഷെ ക്യൂബയിൽ എല്ലാവരുടെയും നമുക്ക് കാണാൻ പറ്റും. ആർക്കും ആ ഒരു എന്താ ഒരു സോഷ്യൽ ഹയറാർക്കി ഇല്ല. ശരി. പിന്നെ നമ്മൾ ഈ ചെഗുവേരയെ പറ്റി പറയുമ്പോൾ, ചെഗുവേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോകത്തിന്റെ തന്നെ ഒരു ഇടതുപക്ഷ ഐക്കണാണ്. ഇപ്പോഴും ആ സ്വാധീന ശക്തിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. കാരണം നമുക്കറിയാം, ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു നഷ്ടപ്പെട്ട ഒരു വലിയ വിപ്ലവകാരിയും കൂടിയാണ്. കാരണം ഇവിടെ ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ബൊളീവിയയിൽ പോയിട്ട് വെടിയേറ്റം മരിക്കുന്നത്. അപ്പോൾ ആ ഒരു സഫറിങ്, അതിൻ്റെ ഒരു വലിയൊരു കമ്മ്യൂണിസ്റ്റ് ദാർശനികമായിട്ടുള്ള സ്വപ്നത്തിന്റെ എന്തെങ്കിലും കഥകൾ അവിടുന്ന് കുറെ ഉണ്ട്. അത് ആ മ്യൂസിയം ഓഫ് ദ റെവല്യൂഷനിലൊക്കെ പോയി കഴിയുമ്പോൾ ശരിക്കും നമുക്ക് അവരെത്ര അനുഭവിച്ചിട്ടുണ്ട്. ഏറ്റവും സങ്കടം അതാണ് ശരിക്കും. ഇപ്പൊ ഈ ബാറ്റിസ്റ്റ എന്ന് പറഞ്ഞൊരു മോൺസ്റ്ററിന്റെ അടുത്ത് നിന്നാണ് ഇവര് സ്വാതന്ത്ര്യം നേടിയത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ നിങ്ങളും അതേപോലെ ആയി തുടങ്ങി. ഈ ഇപ്പൊ ഫിഡൽ കാസ്ട്രോ വരെ മരിക്കണതിന് മുമ്പ് അവസാനത്തെ 1-2 ഇന്റർവ്യൂല് ഈ ഗേ ആൾക്കാരെ ഫോഴ്സ് ലേബർ ക്യാമ്പ്സിലേക്ക് അയക്കണതിനെ പറ്റി വളരെ ഓപ്പൺ ആയിട്ട് സമ്മതിച്ചിട്ടുണ്ട്. എന്റെ കുറ്റമായിരുന്നു അത്, ആ കാലത്ത് ഞങ്ങൾ ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അധിക പേർക്കും അത് അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവില്ല. അത് കാസ്ട്രോന്റെ ക്രെഡിറ്റിലാണ് ശരിക്കും അത് ചെയ്തു എന്നുള്ളത്. പക്ഷെ അങ്ങനെ പല മോശമായിട്ടുള്ള കാര്യങ്ങളും പിന്നീട് ആ ഗവൺമെന്റ് ചെയ്തു. ബാറ്റിസ്റ്റയുടെ അത് കഴിഞ്ഞിട്ട് ശരിക്കും നിങ്ങൾ അതിനെ പിന്നോക്കം നിർത്തിയിട്ട് മുന്നോട്ട് പോണതിന് പകരം പല രീതിയിലും തിരിച്ചാ ബാറ്റിസ്റ്റയുടെ സീക്രട്ട് പോലീസ് ചെയ്തിരുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾ ആദ്യം ആവർത്തിച്ചു. ഈ യാത്രയിൽ ഇപ്പം നമ്മളിപ്പം നാളെ കാസ്ട്രോയുടെ 100th ബർത്ത്ഡേയിൽ അന്ന് ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വിഷനിൽ ദിലീപിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ സാധനം ഇതെല്ലാം തകർന്നു പോകും എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടോ? അപ്പൊ തന്നെ അതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ചെറുപ്പക്കാരുടെ ഇടയിൽ പ്രത്യേകിച്ചും ഭയങ്കര ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു റേജ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവര് പ്രൈവറ്റ് ആയിട്ട്, ഇപ്പൊ ഞാൻ ആദ്യം പരിചയപ്പെട്ട ഒരാള് എല്ലാവരും ആദ്യം നിങ്ങൾക്ക് സിഗാറാണ് വിൽക്കാൻ നോക്കുക. അപ്പൊ അങ്ങനെ അവൻ എൻ്റെ കൂടെ കൂടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫാഷനിലും പല കാര്യങ്ങളും ഞങ്ങൾക്ക് കുറെ കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ചോദിക്കും ഇപ്പൊ ഇത് എവിടുന്നാ വാങ്ങിയത്, ആ ഷൂസ് എവിടുന്നാണ്, ഇങ്ങനെ. പിന്നെ നിങ്ങളുടെ നാട്ടിലേതാ സ്പോർട്ട്, അപ്പൊ നിങ്ങൾ ബേസ്ബോൾ കളിക്കില്ല, അത് ബേസ്ബോളാണ് അവർക്ക് വലിയൊരു ഒബ്സഷൻ ശരിക്കും. അപ്പൊ ഇതൊക്കെ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇവർ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനുള്ള മാർഗമില്ല. അപ്പൊ ചെറുപ്പക്കാരുടെ ഇടയിൽ ആ ഒരു ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. വെച്ചാൽ അവർക്ക് പെട്ടെന്ന് ഈ ചെറിയ രീതിയിൽ ഇന്റർനെറ്റ് ഒക്കെ വന്നിട്ട് പുറം ലോകം എങ്ങനെയാണെന്ന് അവർ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് തീർച്ചയായിട്ടും കുറേ കൂടി എക്സ്പോസ്ഡ് ആയിട്ടുണ്ടാവും. ആ കാലത്ത് ജസ്റ്റ് ഇന്റർനെറ്റ് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പൊ $6 നമ്മൾ കൊടുക്കണം ഒരു മണിക്കൂർ ആക്സസ് ചെയ്യണം. അപ്പൊ എനിക്ക് വീക്ക്ലി കോളമൊക്കെ എഴുതുമ്പോൾ ഞാനത് മുഴുവൻ ടൈപ്പ് ചെയ്ത് പോയിട്ട് ജസ്റ്റ് അയക്കുകയായിരുന്നു ചെയ്യാം. അപ്പൊ പക്ഷെ ആ കാലത്ത് വരെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു അവയർനെസ് ഉണ്ടായിരുന്നു. മയാമി തൊട്ടപ്പുറത്താണ്. അപ്പൊ അവിടെ നിങ്ങളുടെ നാട്ടുകാർ കുറെ പേര് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയവര് അവരെങ്ങനെ ജീവിക്കുന്നു, നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്നുള്ള ആ ഒരു കമ്പാരിസൺ, അത് ഒരു ഫെയർ കമ്പാരിസൺ അല്ല. എന്താ വെച്ചാൽ അമേരിക്കയുടെ തെമ്മാടിത്തരം കാരണം കൂടിയാണ് നിങ്ങൾ ഇവിടെ ഇത്രയും സഫർ ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ഫ്രസ്ട്രേഷൻ നമുക്ക് കാണാൻ പറ്റുക.